കളകാഞ്ചി. നമസ്കാരം പ്രിയപ്പെട്ടവരെ, കളകാഞ്ചിയിലേക്ക് സ്വാഗതം. കളകാഞ്ചിയിൽ ഇന്ന് MTയുടെ ഒരു പിറന്നാളിൻ്റെ ഓർമ്മ എന്ന കഥ കേൾക്കാം. മറ്റൊരു എഴുത്തുകാരനും കഴിയാത്ത രീതിയിൽ മലയാളികളുടെ മനസ്സിൽ MT ഉണ്ട്. കുട്ടിയുടെ പിറന്നാളിന് സദ്യയൊരുക്കാൻ അമ്മാവനോട് കൂടുതൽ നെല്ല് ചോദിക്കുന്ന അമ്മയെക്കുറിച്ച് MT എഴുതുമ്പോൾ വായനക്കാരും വിതുമ്പിപ്പോകും. നമുക്ക് കഥ കേൾക്കാം. ഒരു പിറന്നാളിൻ്റെ ഓർമ്മ. കഥ MT വാസുദേവൻ നായർ. നാളെ എൻ്റെ പിറന്നാളാണ്. എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അവളുടെ കത്തിൽ നിന്നാണ് അത് മനസ്സിലായത്. അവൾ എഴുതിയിരിക്കുന്നു, വരുന്ന വ്യാഴാഴ്ചയാണ് പിറന്നാള്. രാവിലെ കുളിച്ചിട്ടേ വല്ലതും കഴിക്കാവൂ. വ്യാഴാഴ്ച പിറന്നാൾ വരുന്നത് നല്ലതാണ്. ഞാൻ ശിവന്റെ അമ്പലത്തിൽ ധാരയും പണപ്പായസവും കഴിക്കുന്നുണ്ട്. അവിടെ അടുത്ത അമ്പലമില്ലേ? ഉണ്ടെങ്കിൽ കുളിച്ചു തൊഴണം. എൻ്റെ നന്മയ്ക്ക് വേണ്ടതെല്ലാം ഭാര്യ ചെയ്തുകൊള്ളും. ആ ഉറച്ച വിശ്വാസമാണ് എന്നെ നയിക്കുന്നത്. അവൾ വളരെ കാലമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവാൻ ഇടയുണ്ട്. ദേവന്മാരുടെയും ദേവിമാരുടെയും കണ്ണിലുണ്ണിയായി വളർന്നവളാണ്. നാളെ എനിക്ക് ഒഴിവാണ്. പിറന്നാളാണെന്ന വസ്തുത പൂഴ്ത്തി വെക്കുകയാണ് ഭേദം. അറിഞ്ഞാൽ കൂട്ടുകൾ ഇരച്ചു കയറും. പാർട്ടി വേണമെന്ന് ശഠിച്ചാൽ പേഴ്സ് കാലിയാവും. അവരിൽ പലരുടെയും പിറന്നാളുകൾക്ക് പാർട്ടിയും ഡിന്നറും കിട്ടിയിട്ടുണ്ട്. പിറന്നാളിന്റെ സാമീപ്യത്തിൽ പണ്ടെല്ലാം ആഹ്ലാദം തോന്നിയിരുന്നു. ഇപ്പോഴാകട്ടെ ഒരു നേർത്ത വേദനയാണ് അനുഭവപ്പെടുന്നത്. ജീവിതത്തിന്റെ വസന്തകാലമെന്ന് കവികൾ പറയുന്ന ഈ കാലഘട്ടത്തിന്റെ അവസാനം അടുത്തു തുടങ്ങി. നാളത്തെ പരിപാടികൾ ആലോചിച്ചു. കാലത്ത് 9 മണി വരെയുള്ള ഉറക്കത്തെ മാറ്റമൊന്നുമില്ല. പലതും ഓർത്തുപോയി. ഒരു കുഞ്ഞായിരുന്ന കാലം, കഴിഞ്ഞുപോയ പിറന്നാളുകൾ. 20-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഒരു പിറന്നാൾ ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്നു. പിറന്നാൾ ഒരു പ്രധാന ദിവസമാണെന്ന് അറിയാമായിരുന്നു. ഗംഭീരമായി ആഘോഷിക്കേണ്ടതാണ്. പക്ഷേ അത് മുതിർന്ന ആളുകളുടെ കാര്യത്തിൽ മാത്രമാണെന്നായിരുന്നു ധാരണ. ഞങ്ങളുടെ സ്കൂളിൽ കള്ളത്തിൽ ഒരു ദിവസം അവിലും ശർക്കര വെള്ളവും എല്ലാവർക്കും കിട്ടാറുണ്ട്. ഇന്ന് മാനേജറുടെ പിറന്നാളാണത്രേ. മാനേജറുടെ വീട്ടിൽ ഉച്ചയ്ക്ക് അടപ്രഥമനും വലിയ പപ്പടവും ശർക്കര ഉപ്പേരിയുമുള്ള സദ്യയാണ്. ഞങ്ങളുടെ മാസ്റ്റർമാർക്ക് അന്ന് ഉച്ചയ്ക്ക് മാനേജറുടെ വീട്ടിലാണ് ഊണ്. നമ്പിടി മാസ്റ്റർ മാത്രം പോയില്ല. നമ്പിടി മാസ്റ്റർ മാനേജറേക്കാൾ മുന്തിയ ജാതിയാണത്രേ. അപ്പോൾ ചോറുണ്ണാൻ പാടില്ലല്ലോ. ഓണത്തേക്കാൾ വലുതാണോ പിറന്നാൾ എന്നുകൂടി തോന്നി. എൻ്റെ വീട്ടിൽ ഓണത്തിന് സദ്യ ഉണ്ടാവും, പക്ഷെ പ്രഥമൻ ഉണ്ടാവില്ല. മാനേജർക്ക് വയസ്സായിരിക്കുന്നു. തല നരച്ചിട്ടുണ്ട്. എൻ്റെ വല്യമ്മാവൻ്റെയും തല നരച്ചിട്ടുണ്ട്. പക്ഷെ വല്യമ്മാവന് മുത്തശ്ശിയോളം വയസ്സില്ല. മുത്തശ്ശിയുടെ മകനല്ലേ വല്യമ്മാവൻ. വല്യമ്മാവന്റെ പിറന്നാളും പൊടി പൊടിക്കും. അന്ന് ഉച്ചയ്ക്ക് ഒരുപാട് ആളുകൾ ഉണ്ണാൻ വരും. ഉമ്മറത്തും തെക്കിനിയും എല്ലാം വരി വരിയായി ഇലയിടും. വീട്ടിൽ സദ്യ ഉണ്ടാവുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഞങ്ങളെന്ന് വെച്ചാൽ കുട്ടികൾ. ദാമോദരനെ കുട്ടിയാൽ ഞങ്ങൾ 5 ആളുണ്ട്. ദാമോദരൻ വേനപ്പൂട്ടിന് മാത്രമേ വീട്ടിലുണ്ടാവൂ. അവന് ഞങ്ങളെക്കാളും ശക്തിയുണ്ട്. വഞ്ചിപ്പോത്തൻ എന്നാണ് ഞാനും അപ്പവും അവനെ സ്വകാര്യമായി വിളിക്കുക. പുറത്ത് പറയാൻ പാടില്ല. വല്യമ്മാവന്റെ മകനല്ലേ. ഗോട്ടി കളിക്കുമ്പോൾ അവൻ 2-ാം കുഴിക്ക് അടിച്ചാൽ നോക്കണ്ട, വിരൽ കലങ്ങും. ഞങ്ങളൊക്കെ പുന്നക്കായ കൊണ്ടാണ് ഗോട്ടി കളിക്കുക. ദാമോദരന് കല്ലുകോട്ടിയാണ്. അതുകൊണ്ട് അടി കൊണ്ടാൽ വേദന 3 ദിവസം നിൽക്കും. വല്യമ്മാവന്റെ പിറന്നാൾ ദിവസം ഞങ്ങൾക്ക് ഊണ് കിട്ടുന്നത് ഉച്ച തിരിയുമ്പോഴാണ്. ക്ഷണിച്ചു വരുത്തിയവരുടെ എല്ലാം ഊണ് കഴിയണം. ദാമോദരന് മാത്രം അമ്മാവന്റെ കൂടെ ഇരുന്ന് ഉണ്ണാം. സാധാരണ ദിവസങ്ങളിലും ദാമോദരന് വല്യമ്മാവന്റെ കൂടെയാണ് ഊണ്. വടക്കനിയിൽ കൂറ്റൻ പലകയും നെടുനീളൻ നാക്കിലെയും വെച്ചാൽ ഞങ്ങൾ ആ പരിസരം വിട്ടുപോയിക്കൊള്ളണം. പോയിട്ടില്ലെങ്കിൽ കേൾക്കാൻ ഈ പൊട്ടിത്തെറിച്ച വാക്ക ഒരു കാര്യത്തിനും സമ്മതിക്കില്ല. എന്ത് മാമാങ്കം കാണാനാടാ ഇവിടെ നിൽക്കുന്നത്? ഇത് വല്യമ്മാവന്റെ അമ്മായിയാണ് ചോദിക്കുന്നത്. പൊട്ടിത്തെറിച്ച വക ഞങ്ങൾ 4 പേരാണ്. ഞാൻ, ഗോപി, അപ്പു, കുഞ്ഞുമാളും. ദാമോദരൻ പൊട്ടിത്തെറിച്ച വകയിൽ പെടില്ല. അവനെ അമ്മായി രാഗത്തിൽ വിളിക്കും, ദാമോദരാ. അമ്മയോ ചെറിയമ്മയോ പറയും, നിങ്ങൾ പോയിരുന്ന് കളിച്ചോളേൻ, ആയ വിളിക്കാം. അതനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അവരുടെ അഭിപ്രായത്തിൽ ഞങ്ങൾ പൊട്ടിത്തെറിച്ച വകയും പിശാചുക്കളും അല്ല. വെറുതെ ഞങ്ങളെ ശകാരിക്കാറില്ല. ഒന്ന് വിട്ടുപോയി. തോട്ടം മുടിയാൻ കാലത്ത് കുറിച്ച മുച്ചീർപ്പൻ എന്ന ബഹുമതിയും അമ്മായി ഞങ്ങൾക്ക് തന്നതാണ്. പലപ്പോഴും വിചാരിക്കും, അമ്മയ്ക്ക് അമ്മായിയെ പിടിച്ച് 4 കൊടുത്താലെന്താ? എന്തോ അമ്മയ്ക്ക് അമ്മായിയെ ഭയമാണ്.
ചെറിയമ്മയ്ക്കും വല്യമ്മാവിന്റെ അമ്മായി ആയതുകൊണ്ടാവാം. വല്യമ്മാവൻ ഉമ്മർത്തിരിക്കുമ്പോൾ ആ വഴി കുളിച്ചു പോകാൻ കൂടി അമ്മയ്ക്കും ചെറിയമ്മയ്ക്കും ഭയമാണ്. പക്ഷെ അമ്മായി പത്തായപ്പുരയിലാവുമ്പോൾ അമ്മയും ചെറിയമ്മയും അവരെ പറ്റി കുശുകുശുക്കുന്നത് കേൾക്കാം. അമ്മായിയുടെ കഴുത്തിൽ ഏലസ് കോർത്തിട്ട സ്വർണ്ണനൂല് 4 പവന്റെയാണത്രേ. കാപ്പ് ഉടച്ചു പണിയാൻ കൊടുത്തിരിക്കുന്നു. പുതിയ പറമ്പ് വാങ്ങാൻ പോകുന്നു. അമ്മയ്ക്ക് സ്വർണ്ണനൂലും സ്വർണ്ണക്കാപ്പും ഇല്ല. ചെറിയമ്മയ്ക്ക് തോടയും സ്വർണം കൊത്തിയ വളയുമുണ്ട്. അപ്പുവിന്റെ അച്ഛന് അങ്ങാടി കച്ചവടം കൊണ്ട് ധാരാളം കാശ് കിട്ടുന്നുണ്ടത്രേ. എൻ്റെ അച്ഛന് കാശില്ലാത്തത് കൊണ്ടായിരിക്കും അമ്മയ്ക്ക് സ്വർണ്ണനൂലില്ലാത്തത്. വല്യമ്മാവനും ദാമോദരനും ഉണ്ണുന്നത് ഞങ്ങൾ കുത്തഴിയിലൂടെ പാളി നോക്കും. കാച്ചിയ പപ്പടവും അരച്ചു കലക്കിയും കൊണ്ടാട്ടവും ഇലയിൽ കാണാം. പറ്റുകൊണ്ടാട്ടം എനിക്ക് വലിയ ഇഷ്ടമാണ്. ദാമോദരൻ കൊണ്ടാട്ടം കറുമുറ കടിക്കുമ്പോൾ എൻ്റെ വായിൽ വെള്ളം നിറയും. പാളി നോക്കുന്നത് അമ്മായി കാണാൻ പാടില്ല. ഞങ്ങൾ 4 പേരും ഉറുങ്ങിയമ്മാവിന്റെ ചോട്ടിലേക്ക് നടക്കും. വല്യമ്മാവനേക്കാളും ഞങ്ങളുടെ സ്നേഹവും ബഹുമാനവും ആർജിച്ചിരുന്നത് ഉറുണിയന്മാവാണ്. ആ കൂറ്റൻ മാവിന്റെ ചോട്ടിലെ പുല്ലാനി പടപ്പുകൾ ഞങ്ങൾ വെട്ടി നീക്കി. ചവറെല്ലാം അടിച്ചു വൃത്തിയാക്കി. ഒഴിവുകാലത്ത് പകൽ മുഴുവൻ അതിന്റെ ചുവട്ടിൽ പോയിരിക്കും. ഉറുണിയന്മാവിന് ആ പേര് വരാൻ കാരണം മാങ്ങയുടെ ചെറുപ്പമാണ്. ഒരു ചെറുനാരങ്ങയോളമേ വലിപ്പമുള്ളൂ. എങ്കിലും എന്തൊരു സ്വാദാ! ചുറ്റുപാടും ഉച്ചവെയിൽ കത്തി എരിയുകയാവും. ഞങ്ങൾ 4 പേരുണ്ടാകുമ്പോൾ യാതൊരു വഴക്കുമില്ല. വടക്കേതിലെ കുട്ടികൾ വന്നാൽ വഴക്ക് തന്നെ. അവരുടെ ആക്രമണത്തെ ഞങ്ങൾ സംഘടിതമായി ചെറുത്തു നിൽക്കും. അണ്ണാറക്കുട്ടൻ കരയുന്നതും കാറ്റ് വരുന്നതും കാത്തിരിക്കുമ്പോൾ മനസ്സ് വീട്ടിലെ വടക്കിനിയിലാവും. ആവി പറക്കുന്ന ചോറ്, കൊണ്ടാട്ടം, നടുമുറിച്ചു കാച്ചിയ പപ്പടം. നോക്കു, വല്യമ്മാവന്റെ മകനാവായിരുന്നു. അപ്പുവിന്റെ അഭിപ്രായം എല്ലാവരും അംഗീകരിച്ചതാണ്. ദാമോദരൻ നീട്ടി വലിച്ച് തേട്ടിക്കൊണ്ട് വയറും തിരുമ്മി ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ കൂട്ടാന്റെ സുഖകരമായ മണം മൂക്കിൽ കയറും. അത് കായത്തിന്റെ മണമാണോ, കൊണ്ടാട്ടത്തിന്റെ സ്വാദിനെ പറ്റി ചോദിച്ചറിയണമെന്നുണ്ട്. പക്ഷെ ചോദിക്കില്ല. ചിലപ്പോൾ ഇലയിൽ വിളമ്പിയ കൊണ്ടാട്ടം തിന്നാതെ സൂക്ഷിച്ചിരിക്കും. ഞങ്ങളുടെ മുന്നിൽ നിന്ന് തിന്നാനാണ് അവന് രസം. ഒരു കഷ്ണം കിട്ടിയാൽ നന്നായിരുന്നു. അപ്പവും ഗോപിയും കുഞ്ഞുവാളും ഉള്ളപ്പോൾ ചോദിക്കാൻ ഒരു മടി. ഒരിക്കൽ ഞാൻ പതുക്കെ ചോദിച്ചു, ഒന്ന് എനിക്ക്. അവൻ തൊള്ള പൊളിച്ച് ഗോഷ്ടി കാണിച്ചുകൊണ്ട് ചോദിച്ചു, അത്ര പൂതിയുണ്ടാ? എൻ്റെ അഭിമാനം കീറി മുറിഞ്ഞു. മാങ്ങ കിട്ടിയാൽ അവനെ കൊതി പിടിപ്പിച്ചുകൊണ്ട് തിന്നാണ്, ഒരു കഷ്ണവും കൊടുക്കാതെ തിന്നാണ് ഞാൻ അതിന് പകരം വീട്ടിയിരുന്നത്. ദാമോദരൻ കൊതിയാനാണ്. പക്ഷെ അമ്മായിയുടെ അഭിപ്രായത്തിൽ ഞാനാണ് ഏറ്റവും വലിയ കൊതിയൻ. അവരുടെ ദാമോദരന് വയറിളക്കം പിടിച്ചത് എൻ്റെ കൊതി കൊണ്ടാണത്രേ. കുറേ നേരം കാത്തിരിക്കുമ്പോൾ അമ്മയുടെ വിളി കേൾക്കാം, കുഞ്ഞീഷ്ണ, ഇങ്ങോട്ട് വന്നോളേൻ. ഞങ്ങൾക്ക് നടപ്പുരയിൽ വിളമ്പി വെച്ചിട്ടുണ്ടാവും. ചോറല്ല, വരി വരിയായി ഓട്ടുകിണ്ണങ്ങളിൽ കഞ്ഞിയും മഞ്ഞ നിറത്തിലുള്ള കൂട്ടാനും ഇരിപ്പുണ്ടാവും. എനിക്കത് കാണുമ്പോൾ ഒരു അമർഷമാണ് തോന്നുക. ആരോടെന്നറിയില്ല, ലോകത്തെ മുഴുവൻ ശപിച്ചുകൊണ്ട് ഞാനത് അകത്താക്കും. അപ്പുവിനൊരു സൂത്രമുണ്ട്. അവൻ കിണ്ണം ചുണ്ടോടടുപ്പിച്ച് ഒരൊറ്റ വലി വലിക്കും. താഴെ വെക്കുമ്പോൾ കായലിൽ ഒരു തുരുത്തുപോലെ വറ്റി പൊങ്ങിക്കാണും. കഞ്ഞിയുടെ സമയത്ത് വെറുതെ അമ്മയുമായി വഴക്കുകൂടും. അമ്മ നിസ്സഹായയാണെന്ന് എനിക്കറിയാം. എന്നാലും കഞ്ഞി കുടിക്കാൻ വയ്യ. അതിലൊരു താഴ്ചയുണ്ട്. ചെറുമൻ ചാത്തന്റെ ചാളയിലും മുറ്റമടിക്കുന്ന മണിയുടെ പുരയിലും കഞ്ഞിയാണ്. അവർക്ക് നെല്ലില്ലാത്തത് കൊണ്ടാണ്. എൻ്റെ വീട്ടിൽ പത്തായങ്ങളിൽ നിറയെ നെല്ലുണ്ട്. അമ്മാവനും ദാമോദരനും ചോറ് കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് മാത്രം എന്തിന് കഞ്ഞി തരുന്നു? വല്യമ്മാവന് ഞങ്ങളോട് ഇത്ര പകയുണ്ടാവാൻ കാരണം എന്ത്? എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ദാമോദരന് കൊടുക്കുന്ന പോലെ കവറിട്ട പന്തും പാവും കൊണ്ടും തരണ്ട. ചീത്ത പറയാതിരുന്നൂടെ? എപ്പോഴും ഞങ്ങളെ ചീത്ത പറയും. അകത്തു നിന്ന് എന്തെങ്കിലും ശബ്ദം കേട്ടാൽ മതി, പിന്നെ അലർച്ചയാണ്. മിണ്ടാതിരുന്നോളും, ചോട്ടിയിട്ട് ഞങ്ങൾ വിറച്ചു പോവും. വീട്ടിലുള്ളവരെ മുഴുവൻ അമ്മാവന് വെറുപ്പാണ്. ഈ തറവാട് പൊളിക്കാൻ 2 കരിമ്പ്രങ്ങളുണ്ട്. കരിമ്പ്രം എന്നാൽ എന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ. കുറെ പ്രാവശ്യം കേട്ടപ്പോൾ അമ്മയ്ക്കും ചെറിയമ്മയ്ക്കും കൊടുത്ത പേരാണ് അതെന്ന് മനസ്സിലായി. മുത്തശ്ശിയെ കൂടി വലിയമ്മാവന് പേടിയില്ല. എൻ്റെ അമ്മ എന്നെ അടിക്കാറുണ്ട്. അതുപോലെ മുത്തശ്ശിക്ക് അമ്മാവനെ തച്ചാലെന്താ? ഒരിക്കൽ ഗോപിയെ നടുമുറ്റത്തെ തൂണിൽ പിടിച്ചു കെട്ടി ഒരു പുളിവാറൽ മുറിയുന്നത് വരെ അമ്മാവനെ അടിച്ചു. അത് കണ്ടപ്പോ മുത്തശ്ശി പറഞ്ഞു, എടാ, നീ ഇങ്ങനെ നീശനാവരുത്. ബാലശാപം കാല് പിടിച്ചാ പോവില്ല. വലിയവരുടെ പിറന്നാളിന് മാത്രമേ സദ്യ ഉള്ളൂ എന്നായിരുന്നു എൻ്റെ ധാരണ. സ്കൂൾ മാനേജരും വല്യമ്മാവനും വയസ്സായവരല്ലേ.
വയസ്സായാൽ എന്റെ പിറന്നാളും കേമമായി നടത്തണം. നാട്ടിലുള്ളവരെ മുഴുവൻ ക്ഷണിക്കണം. എന്റെ പിറന്നാൾ ഒരു സാധാരണ ദിവസം പോലെ തന്നെയാണ്. രാവിലെ കുളിക്കുമെന്നതാണ് പ്രത്യേകത. അതെനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, അമ്മയുടെ നിർബന്ധം കൊണ്ടാണ്. വലിയവരുടെ മാത്രമല്ല കുട്ടികളുടെ പിറന്നാളിനും സദ്യ ഉണ്ടാവുമെന്ന് ആദ്യമായി പറഞ്ഞത് ഞങ്ങളുടെ ക്ലാസ്സിലെ മണിയാണ്. മണിയുടെ പിറന്നാളിന് സദ്യ ഉണ്ടാവും അത്രേ. അവന്റെ മാത്രമല്ല അവന്റെ അനുജത്തിയുടെയും. എന്തോ എനിക്ക് വിശ്വാസം വരുന്നില്ല. അവൻ നുണയെ പറയാറുള്ളൂ. അവന്റെ വീട്ടിലെ പാമ്പിൻകാവിൽ 3 ചെപ്പുകുടം നിറച്ച് പൊന്നു കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ വീരനല്ലേ. പക്ഷെ പിറന്നാളിന്റെ കാര്യം മണി പറഞ്ഞത് വാസ്തവമായിരുന്നു. എന്റെ വീട്ടിൽ വെച്ച് ദാമോദരന്റെ പിറന്നാൾ ആദ്യമായി ആഘോഷിച്ചു. സാധാരണ പിറന്നാളിന് ദാമോദരൻ അവന്റെ വീട്ടിൽ തന്നെയായിരിക്കും. അക്കൊല്ലം ആദ്യമായിട്ടാണ് എന്റെ വീട്ടിൽ ഉണ്ടാവുന്നത്. തലേ ദിവസം ഉർണിമാവിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ദാമോദരൻ പറഞ്ഞു, നാളെ എന്റെ പിറന്നാളാണല്ലോ, അതിന് ഞങ്ങൾക്ക് എന്ത് വേണം? ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല. നാളെ പായസം വെക്കൂലോ. ഞങ്ങൾ ചിരിക്കാൻ തുടങ്ങി. അവന്റെ കുളൂസ് കേട്ടില്ലേ. പക്ഷെ പിറ്റേ ദിവസം ഞങ്ങൾ അമ്പരക്കുക തന്നെ ചെയ്തു. ദാമോദരന്റെ പിറന്നാളിന് സദ്യ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ കുട്ടികളുടെ പിറന്നാളിന് സദ്യ ഉണ്ടാക്കാം. അമ്മ ഇത്ര നാളും ഇത് അറിഞ്ഞിരുന്നില്ലേ? എന്റെ പിറന്നാൾ വരട്ടെ, അടുത്ത കർക്കിടകം വരുന്നതും കാത്തിരുന്നു. മുത്തശ്ശിക്ക് നാട്ടിലുള്ളവരുടെ മുഴുവൻ പിറന്നാളും ശ്രാദ്ധവും അറിയാം. മുത്തശ്ശി നാളക്കം വെച്ചതാണത്രേ. കണക്ക് കൂട്ടി നോക്കി നേരത്തെ മുത്തശ്ശി പറഞ്ഞു തന്നു. വരുന്ന ബുധനാഴ്ച എടാ. ഇനി അതിനിപ്പോ 6ഉം 64ഉം ഞാൻ മനസ്സിൽ പുരോർത്തു. മുത്തശ്ശി കണ്ടോളുമുണ്ടു. ഞാൻ അമ്മയുടെ അടുത്ത് നിവേദനം സമർപ്പിച്ചു. എന്റെ പിറന്നാൾ ദിവസം സദ്യ ഒരുക്കണം. നിനക്ക് പ്രാന്താടാ. അമ്മ ഇത്ര നിസ്സാരാക്കുമെന്ന് കരുതിയില്ല. എനിക്ക് കരച്ചു വന്നു. ദാമോദരന്റെ പിറന്നാളിന് ആന പിണ്ടിയിടുന്ന കണ്ട് മുയല് മുക്കിയാലോ? ദാമോദരനെ വല്യമ്മാവയുടെ മോനാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മയ്ക്ക് എന്റെ വേദന കുറേശ്ശെ മനസ്സിലാവുന്നുണ്ട്. അവന് അമ്മ എന്താ ചെയ്യാ? അമ്മാവനല്ലേ നെല്ല് അളന്നു തരാൻ. അത് ശരിയാണ്, അമ്മാവനാണ് വീട്ടു ചെലവിന് നെല്ല് അളന്നു കൊടുക്കുക. പത്തായങ്ങളുടെ താക്കോല് അമ്മാവന്റെ കയ്യിലാണ്. അപ്പോൾ എന്റെ പിറന്നാളിന് സദ്യ വേണമെങ്കിൽ അമ്മാവൻ കൂടുതൽ നെല്ല് അളന്നു തരണം. അമ്മാവന് തന്നാലെന്താ? പത്തായത്തെ ധാരാളം കിടപ്പുള്ളതല്ലേ. ചോദിക്കാൻ എനിക്ക് വയ്യ, തച്ചാലോ എന്നാണ് ഭയം. അമ്മ ചോദിച്ചാൽ നന്നായിരുന്നു. സന്ധ്യയ്ക്ക് കുളിച്ചു വരുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ചോദിച്ചു നോക്കൂ. എന്താടാ? ഞാൻ മിണ്ടിയില്ല. എന്താ ചോദിക്കണേ? അമ്മാമ്മോടേ, നിനക്ക് പ്രാന്താ. എന്റെ കണ്ണുകൾ നിറഞ്ഞു. എന്ത് പറഞ്ഞാലും എനിക്ക് പ്രാന്താണ്. അമ്മ എന്റെ മുഖത്ത് നോക്കി. അപ്പോൾ കണ്ണുകൾ കവിഞ്ഞൊഴുകി. എടാ, അതിന് മണ്ടയിൽ വര നന്നാവണം. അമ്മ ഈറൻ തോർത്തുകൊണ്ട് കണ്ണുകൾ തുടച്ചു. അവനെയാണ് പുളിവാറൽ കൊണ്ട് 4 ചാർത്തേണ്ടത്. എന്റെയും അമ്മയുടെയും മണ്ടയിൽ തെറ്റായ വരകൾ വരച്ചവനെ. 2 രാത്രിയും 1 പകലും കടന്നുപോയി. മനസ്സ് നിറച്ചു വേദനയായിരുന്നു. ആരോടും ഒന്നും പറഞ്ഞില്ല. എന്തു ചെയ്യാൻ? ഞാൻ എങ്ങനെ മോശക്കാരനായി? ബുധനാഴ്ചയും പുലർന്നു. എന്റെ പിറന്നാളാണെന്ന കഥ ദാമോദരൻ അറിയരുതേ. അന്ന് നെല്ല് അന്ന് കൊടുക്കുന്ന ദിവസമാണ്. രാവിലെ പെട്ടിപ്പത്തായം തുറന്ന് അമ്മാവനകത്തേക്ക് വിളിച്ചു. ആരാ അവിടെ? അമ്മ കൊട്ടയും എടുത്ത് പത്തായപ്പുരയിലേക്ക് ചെന്നു. ഉമ്മറത്തെ പടിഞ്ഞാറെ അറ്റത്ത് ചിതൽ പിടിച്ചു നിൽക്കുന്ന തൂണും ചാരി ഞാൻ ഇരിക്കുന്നു. കിളിവാതിലൂടെ നോക്കുമ്പോൾ അമ്മാവൻ നെല്ല് അളന്നിടുന്നത് കാണാം. 3 വടിപ്പൻ അളന്ന ശേഷം അമ്മാവൻ പത്തായം അടയ്ക്കാൻ തുടങ്ങുമ്പോൾ അമ്മ പതുക്കെ പറഞ്ഞു, ഇന്ന് കുഞ്ഞികൃഷ്ണന്റെ പിറന്നാളാ. എന്റെ ഹൃദയം തുടിച്ചു. ഞാൻ വിചാരിച്ച പോലെയല്ല. എന്റെ അമ്മ എത്ര നല്ല അമ്മയാണ്. അതിന് മനോക്കാവിൽ അരക്കൂട്ട് പായസം നേർന്നിട്ടുണ്ട്. 4 ഇടങ്ങഴിയും കൂടി. ഇടി വെട്ടുന്ന സ്വരത്തിൽ അമ്മ പറഞ്ഞു, ആരെ പറഞ്ഞ നേരാ? നേർന്നിട്ടുണ്ടെങ്കിൽ നേർന്നോര് കഴിച്ചോളൂണ്ടു. ഓന്റെ തന്തോട് പറ. കാശിന് അയാളെ കൊണ്ട് ഉപകാരമുണ്ടോ? നിന്റെ ഇഷ്ടത്തിന് നടത്തിയതല്ലല്ലോ. എന്നിട്ട് ഇവിടെ പെണ്ണുങ്ങള് കാര്യം പറയാൻ തുടങ്ങിയത്? ഓപ്പോടല്ലാതെ പിന്നെ ആരോടാ പറയാ? ഓപ്പട കുട്ടി വെച്ചാൽ പോരുംപെട്ടവളെ നിന്നെ ഞാൻ. ഒരടി പൊട്ടുന്ന ശബ്ദം കിളിവാതിലെ നോക്കുമ്പോൾ അമ്മ പൊത്തായത്തിന്റെ മുകളിലേക്ക് കമഴ്ന്നു വീഴുന്നു. എന്റെ അമ്മേ, ഞാൻ അറിയാതെ നിലവിളിച്ചു പോയി. അകത്തുള്ളവരെല്ലാം ഉമ്മറവാതിൽക്ക് വന്നു. പത്തായപ്പുരയിലേക്കൊന്ന് നോക്കി തിരിച്ചുപോയി. മുത്തശ്ശി മാത്രം 2 വട്ടം ഉച്ചത്തിൽ ജപിച്ചു, നാരായണ നാരായണ. കുറച്ചു കഴിഞ്ഞപ്പോൾ നെല്ലുകൊട്ടയും എടുത്ത് അമ്മ പത്തായപ്പുരയുടെ ഒതുക്കുകൾ ഇറങ്ങി വന്നു.
അപ്പോൾ കവിൾത്തടങ്ങളിലൂടെ കണ്ണീർ ഒഴുകിയിരുന്നു. ഇടത്തെ പുരികത്തിന് മുകളിൽ ചോരയും. ആ പിറന്നാൾ ദിവസം ഞാൻ കുളിച്ചില്ല. അമ്മ എന്നെ നിർബന്ധിച്ചതുമില്ല. അതിൽ പിന്നെ 20 പിറന്നാളുകൾ കടന്നുപോയി. ഇന്ന് അമ്മയും അമ്മാവനും മുത്തശ്ശിയുമില്ല. ഇരുട്ടു നിഴഞ്ഞു കയറുന്ന അന്തരീക്ഷത്തിലേക്ക് കണ്ണോടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർത്തുപോകുന്നു, നാളെ എൻ്റെ പിറന്നാളാണ്.